പ്രധാന വാർത്ത ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ മുസ്ലിം ലീഗിന് മുന്നറിയിപ്പുമായി സമസ്ത. ജമാഅത്തെ ഇസ്ലാമി ബന്ധം തുടർന്നാൽ അവർ മുസ്ലിം ലീഗിനെ വിഴുങ്ങുമെന്നാണ് SYS സംസ്ഥാന നേതാവ് മുസ്തഫ മുണ്ടുപാറ ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ അഭിപ്രായപ്പെട്ടത്. ലീഗിന്റെ നിലപാട് നോക്കിയല്ല സമസ്ത പ്രമേയം പാസാക്കുന്നതെന്നും മുസ്തഫ മുണ്ടുപാറ പറഞ്ഞു. മുസ്തഫ മുണ്ടുപാറയുടെ വാക്കുകളിലേക്ക്. ലീഗാണോ അല്ലയോ എന്നുള്ളതല്ല സമസ്തയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനം. ആ സമസ്തയുടെ തീരുമാനം സമസ്തക്ക് ബോധ്യമായ കാര്യങ്ങളാണ് സമസ്ത പറയാറുള്ളത്. സമസ്ത എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി ഇന്നും ഇന്നലെ അല്ല എതിർക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി 1948 നമ്മുടെ കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അന്ന് മുതൽ ജമാഅത്തെ ഇസ്ലാമിയെ സമസ്ത എതിർത്തിട്ടുണ്ട്. 1926 സമസ്ത രൂപീകരിക്കപ്പെടുന്നത്. അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കപ്പെട്ടത്. അതിനുശേഷം വന്ന ഒന്നാമത്തെ കക്ഷി മുജാഹിദ് പ്രസ്ഥാനം, അതിനെയും ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെ 2 കാരണങ്ങളാലാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഒന്ന്, വിശ്വാസപരമായി കർമ്മപരമായി സുന്നി വിശ്വാസധാരയ്ക്ക് എതിരായ പല നിലപാടുകളും സ്വീകരിക്കുന്ന വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. ഞങ്ങൾ ഒന്ന് എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതായത് സുന്നികളുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ നിഷേധിക്കുന്നവരാണ് മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും. ഈ മുജാഹിദ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് അതിൻ്റെ ആചാര്യൻ. ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൽ നിന്നുകൊണ്ട് ഉൾക്കൊണ്ട ആശയമാണ് ഈ 2 പ്രസ്ഥാനത്തിനുള്ളത്, മുജാഹിദും ജമാഅത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ ഒന്നാമതായി എതിർക്കാനുള്ള കാരണം വിശ്വാസപരമായി ഞങ്ങളും അവരും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത പല നിലപാടുകൾ അവർക്കുണ്ട്. രണ്ടാമതായി ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കാനുള്ള കാരണം ഇന്ത്യയിലെ മതേതര സംവിധാനം നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ അത്തരമൊരു മതപരമായ നിലപാടിലേക്ക് പോകുന്നത് ശരിയല്ല എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലും ആ സൗഹൃദത്തിൻ്റെ നാടാണിത്. വ്യത്യസ്തമായ മതങ്ങളും ആശയങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പോലും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലീഗിനെയല്ലേ ആദ്യം തിരുത്തേണ്ടത്? അങ്ങനെയാണെങ്കിൽ പാണക്കാട് തങ്ങൾ നേതൃത്വം നൽകുന്ന ലീഗിനെയല്ലേ നിങ്ങൾ ആദ്യം തിരുത്തേണ്ടത്? കാരണം ലീഗ് ഉൾപ്പെട്ട UDF ആണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുന്നത്. അത് അബദ്ധമാണ്. ഞങ്ങൾ പലപ്പോഴും മുസ്ലിം ലീഗ് ഉൾപ്പെടെ UDF ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ചെയ്യുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ വളർന്നാൽ ഇവിടുത്തെ സൗഹൃദം തകരും. ഇവിടുത്തെ പാരമ്പര്യമായി നമ്മൾ നിലനിൽക്കുന്ന ഈ സാഹചര്യം ഇല്ലാതായി പോകുന്ന സാഹചര്യം വരും. ചെറുപ്പക്കാർക്കിടയിലേക്ക് അവരുടെ ആശയം വരും. അവസാനം ഈ മുസ്ലിം ലീഗിനെ പോലും ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങും. മുസ്ലിം ലീഗിനെ പോലും ജമാഅത്തെ ഇസ്ലാമി ഇന്നല്ലെങ്കിൽ നാളെ വിഴുങ്ങും. മുസ്ലിം ലീഗ് പോലും വിരൽ കടിക്കേണ്ട സാഹചര്യം ഇവിടെ വരാൻ പോവുക. അത്രയേറെ അപകടം പിടിച്ച സാധനമാണ് ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത്. ഇന്ത്യൻ സാഹചര്യത്തിൽ മതേതരമായ ഒരു കാഴ്ചപ്പാട് നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ വളർന്നാൽ അവർ ഭരണ സംവിധാനത്തിലേക്ക് വന്നാൽ ഈ രാജ്യത്ത് അതിൻ്റെ കെടുതി അനുഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിം സമുദായ. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് വരാൻ പാടില്ല. ഞങ്ങൾക്ക് കർശനമായ നിലപാടുണ്ട കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു സമയത്തും ഞങ്ങൾ അനുകൂലിച്ചിട്ടില്ല, അനുകൂലിക്കുകയുമില്ല. കാരണം ഈ 2 പ്രധാനപ്പെട്ട കാരണങ്ങളാലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലീഗ് എടുക്കുന്ന തീരുമാനമാണോ സമസ്തൻ്റെത്, അത് ഇതിൽ സ്വാധീനിക്കുന്നില്ല. സമസ്ത സ്വതന്ത്രമായ മുസ്തഫ മുണ്ടുപാറ ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന നേതാവാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. മഞ്ജുഷ് ഗോപാൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവെക്കും. മഞ്ജുഷ്, ലീഗിലെ ഈ സമസ്തയിലെ അടക്കം ലീഗ് വിരുദ്ധർക്ക് ആശ്വാസം നൽകുന്ന, അവർക്ക് ഒപ്പം നിൽക്കുന്ന നിലപാടാണ് ഇത്. നമുക്കറിയാം, ലീഗ് വല്ലാത്ത ഒരു കുടുക്കിലാണ് കുടുങ്ങിയിരിക്കുന്നത്. സമസ്ത ഇല്ലാതെ മുന്നോട്ട് പോവുക എന്നത് പ്രയാസകരമായ ഒരു കാര്യം കൂടിയാണ്. അവിടെയാണ് നിലപാടുകൾ കൂടുതൽ കടുപ്പിക്കുകയും പ്രമേയം പാസ്സാക്കുകയും അടക്കം ചെയ്യുന്നത്, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന സാഹചര്യത്തിൽ. രഞ്ജിത്ത്, ഇത് UDF-നും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും വിഷമം പിടിച്ച ഒരു സ്ഥിതിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് കാരണം സമസ്തയുടെ ശതാബ്ദി സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കിയിരിക്കുകയാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമി അകറ്റി നിർത്തപ്പെടേണ്ട സംഘടനയാണ്, മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന സംഘടനയാണ്. വർഷങ്ങളോളം സമസ്തയുടെ നിലപാട് ഇത് തന്നെയായിരുന്നു. ആ നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് സമസ്ത പറയുകയാണ്. അപ്പോൾ ഈ പ്രമേയം, അതായത് ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കണം എന്നുള്ള ആ പ്രമേയം അത് അവതരിപ്പിച്ചതിലൂടെ EK സമസ്ത, അത് മുസ്ലിം ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന മതസംഘടനയാണ്, അവർ കൃത്യമായിട്ട് ഒരു സന്ദേശം ലീഗിനും UDF-നും നൽകിയിരിക്കുകയാണ്. മതരാഷ്ട്രവാദം എന്നുള്ള
ആ ആശയത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി ഒരടി പോലും പിന്നോട്ട് പോയിട്ടില്ല. അതിനാൽ അവരെ മാറ്റി നിർത്തണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാം ഒളിച്ചു കടത്തുവാൻ ശ്രമിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അവരെ കൂട്ടുന്നത് അത് യുവാക്കളെ വഴിതെറ്റിക്കുന്നതിന്, മുസ്ലിം യുവാക്കളെ വഴിതെറ്റിക്കുന്നതിന് കാരണമാകും. ആശയപരമായി അവർ ആ വഴിക്ക് പോയാൽ അത് മുസ്ലിം സമൂഹത്തിന് ദോഷമായി ഭവിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് EK സമസ്ത മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊരു കാര്യം ഇതിലെ രാഷ്ട്രീയമാണ്. ഇതിൽ നമുക്കറിയാം EK സമസ്തയിൽ തന്നെ മുസ്ലിം ലീഗിനോട് അടുത്ത് നിൽക്കുമ്പോഴും സമസ്തയിൽ തന്നെ EK സമസ്തയിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട്. അത് ഒന്ന് നമ്മൾ അവരെ ലീഗ് അനുകൂലികളെന്നും മറ്റൊന്ന് ലീഗ് വിരുദ്ധർ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അത് പലതവണയും ആ ഒരു അഭിപ്രായ വ്യത്യാസം മറനീക്കി പുറത്തു വരുന്നതാണ്. പ്രത്യേകിച്ച് പാണക്കാട് തങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ലീഗ് വിരുദ്ധർ പലതവണയും സമസ്തയ്ക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരവരുടെ അഭിപ്രായം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മതരാഷ്ട്രവാദത്തെ മുസ്ലിം ലീഗ് അനുകൂലിക്കുന്നു എന്ന രീതിയിൽ, അതായത് ഈ ഇവരുടെ മൗദൂദി ആശയങ്ങളെ അനുകൂലിക്കുന്നു എന്ന രീതിയിൽ സമസ്തയ്ക്കുള്ളിലെ ലീഗ് വിരുദ്ധർ വിഷയം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അപ്പോൾ അതിന് ശക്തി കിട്ടുന്ന ഒരു സംഭവമാണ് VD സതീശൻ മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചിട്ടുണ്ട്. അക്കാര്യം ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ഇത് സമസ്തയ്ക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇങ്ങനെ VD സതീശൻ ഇത്തരം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് വഴി ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അത് സമസ്തയിൽ ലീഗ് അനുകൂലികൾക്ക് പോലും അത് അതിനോട് യോജിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.